ശ്രീ ജി ആർ അനിൽ. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. സർ, ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ശാസ്ത്രീയമായ പരിപാലനത്തിന് പോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ സ്ക്രാപ്പ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പരിസരത്തും തുറസായ സ്ഥലങ്ങളിലുമെല്ലാം തന്നെ നന്നായി മാലിന്യ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇത് കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ്. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി എന്തൊക്കെ സംരംഭങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ തടയുവാൻ വേണ്ടി നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചൊരു കാര്യം വളരെ ശരിയാണ്. ഹരിതകർമ്മസേന മികച്ച സേവനമാണ് നടത്തുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാൻ MLA ആയിരുന്നപ്പോൾ കൊടപ്പനക്കുന്ന് കൃഷി ഓഫീസിനോടനുബന്ധമായിട്ടാണ് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ അത് സ്റ്റേറ്റ് മുഴുവൻ വ്യാപിച്ചു. പക്ഷെ അവർ നന്നായി ഇത് വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത്, പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംസ്കരണ യൂണിറ്റുകളുടെ അഭാവം നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. പക്ഷേ എൻ്റെ തന്നെ അനുഭവത്തിൽ പലപ്പോഴും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുക. അത് കാരണം ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പ്രയാസം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കും. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. അപ്പോൾ ഒരു പ്രദേശത്തിൽ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ്, ഞാൻ തന്നെ MLA ആയിരുന്നപ്പോൾ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റിന് വേണ്ടി ഫണ്ട് കൊടുത്തു. പക്ഷേ ആ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ അങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയാണ്. അപ്പോൾ ഇതാണ് മാലിന്യ സംസ്കരണത്തിൽ നമുക്കുള്ളൊരു ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. മാലിന്യം കളക്ട് ചെയ്യാതിട്ടല്ല. ഏതായാലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പുതിയ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, പഴയ സംവിധാനമല്ല. പണ്ട് വിളപ്പിൽശാലയിലെ പരാതിയെ തുടർന്നാണ് ഈ മാലിന്യ സംസ്കരണത്തിനെക്കുറിച്ച് ഇത്രയും എതിർപ്പുണ്ടായത്. ആ കാലഘട്ടം മാറി സാർ. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനം, ആരോഗ്യവകുപ്പ് മാത്രം പോരാ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ്, മറ്റ് അനുബന്ധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ പത്രങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചതാണ് സാർ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കണക്കുകൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജലപരിശോധന, വെള്ളത്തിൻ്റെ പരിശോധന എത്ര കണ്ട് നടന്നുവെന്നും അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഉള്ള വിവരം വെളിപ്പെടുത്താമോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, അതിൽ ആരോഗ്യവകുപ്പ് പരിശോധിച്ച് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ രോഗം വരുന്ന മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സാർ, കോളറ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് തന്നെ ഡെങ്കിപ്പനി, ഞാൻ പറയുന്ന കണക്ക് സാർ, ജനുവരി 1 മുതൽ ഇപ്പോൾ ജൂൺ 30 വരെയുള്ള ഇന്നലെ വരെയുള്ള കണക്ക് ഇപ്പോൾ കയ്യിലുണ്ട്. അതിൽ ഡെങ്കിപ്പനിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 17,900 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണം 36 മരണം സംഭവിച്ചിട്ടുണ്ട്. മലമ്പനി 432, മരണം 3. എലിപ്പനി 1676, മരണം 66. വയറിളക്കം ഏതാണ്ട് ലക്ഷത്തിൻ്റെ കണക്കാണ്, 3,26,000 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണം 7 ഉണ്ടായിട്ടുള്ളത്. ഷിഗല്ല 281 കേസുകൾ റിപ്പോർട്ട് ചെയ്തു, മരണം 7. ഇൻഫ്ലുവൻസ H1N1 ഉൾപ്പെടെ അതിൻ്റെ മരണം 48. പനിയുടെ മരണം 4. ഇതാണ് സാർ ഇതുവരെയുള്ള ഇന്നലെ വരെയുള്ള കണക്കെന്ന് പറയുന്നത്. മറ്റേ കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.